ദ ജേർണലിസ്റ്റിലേക്ക് നീതിന്യായ വ്യവസ്ഥയോടും ജുഡീഷ്യറിയോടുമുള്ള എൻ്റെ ആദരവും സ്നേഹവും ബഹുമാനവും വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. ഇന്ന് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കാണ് എൻ്റെ അഭിവാദ്യങ്ങൾ. കാരണം ഷിംജിത എന്ന കൊടും ക്രിമിനലിൻ്റെ ജാമ്യാപേക്ഷ കോടതി എടുത്ത് കാട്ടിൽ കളഞ്ഞിരിക്കുന്നു, എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഇവൾക്കൊക്കെ ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നതടക്കമുള്ള പോലീസിൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു നികൃഷ്ട സ്ത്രീ ജന്മത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഷിംജിത ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള വകുപ്പുകളാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഈ ചേച്ചി ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് ആരും കരുതേണ്ടതില്ല. അതിനുള്ള കാരണം പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. കുറച്ചു കാലം അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അല്പം വൈകിയാണെങ്കിലും ദീപക്കിനും കുടുംബത്തിനും നീതി നൽകാൻ ഇറങ്ങിത്തിരിച്ച ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിജ്ഞ ചെയ്ത കേരള പോലീസിനും അഭിവാദ്യങ്ങൾ നേരുക തന്നെയാണ്. ഇങ്ങനെ വേണം ഇത്തരം കുറ്റവാളികളെ പോലീസ് കൈകാര്യം ചെയ്യാൻ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് പുരുഷനെയും ഏത് സ്ത്രീക്കും ഏത് വിധത്തിലും ക്രൂശിക്കാൻ കഴിയും, പീഡിപ്പിക്കാൻ കഴിയും, മരണത്തിലേക്ക് പോലും തള്ളിവിടാൻ കഴിയും. ഇപ്പോൾ നോക്കുക, ഒരു യുവതി ഏതെങ്കിലും രാജ്യത്തിരുന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് വെറുതെ അയച്ചാൽ അവനെ പിടിച്ച് അകത്തിട്ട് റിമാൻഡ് ചെയ്യുന്ന കാലമാണ്. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും സയൻറ്റിഫിക് എവിഡൻസുകൾ എടുക്കുന്ന കാര്യം പോലും പലപ്പോഴും നടക്കാറില്ല എന്ന് പറയൊക്കെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നോക്കുക, ഒരു സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്താൽ ഒരു പുരുഷനെ കൊടുക്കാവുന്ന സാമൂഹ്യ സാഹചര്യം നിയമപരമായ ആ സ്ത്രീക്ക് വലിയ തോതിൽ അനുകൂലമാകുന്ന പല ഘടകങ്ങളുമൊക്കെ നമുക്കിടയിലുണ്ട്. നമുക്കറിയാം നിവിൻ പോളിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ്, നമുക്കറിയാം അത്തരത്തിൽ നിരവധി കേസുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഷിംജിത ഇന്ന് ജാമ്യം കിട്ടും, സ്ത്രീ എന്ന പരിഗണന തനിക്ക് കിട്ടും, തനിക്ക് മുന്നോട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് തൻ്റെ സ്വാധീനവും പണവും തൻ്റെ ഭംഗിയും റീലും ഒക്കെ കാണിച്ചിട്ട് ഇതിലെ സാക്ഷികളെ മുഴുവൻ കറക്കി വീഴ്ത്താം, അല്ലെങ്കിൽ അവരെയൊക്കെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെ കരുതി കേസ് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഷിംജിതയ്ക്കും അവർക്കൊപ്പമുള്ളവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് എന്ന് സ്പഷ്ടമായി നമുക്ക് ഒരു തരത്തിലും സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ പറയാൻ സാധിക്കും. കാരണം ആ സ്ത്രീ ഇനി നരകിക്കാൻ പോവുക തന്നെയാണ്. അതായത് നരകയാതനകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഷിംജിതയ്ക്ക് കഷ്ടകാലമാണ്. ഇപ്പോൾ എനിക്ക് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷിംജിതയെ സഹതടവുകാർ വല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും കൊടും ക്രൂരകൃത്യം നടത്തിയ ഷിംജിത ഒരു തരത്തിലുള്ള ദയവും അർഹിക്കുന്നില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു ക്രൂര മനസ്സിനുടമയായ യുവതി എന്ന നിലയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരായാലും സഹതടവുകാരായാലും ഷിംജിതയെ കൈകാര്യം ചെയ്യുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ കൃത്യമായ ശിക്ഷ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഷിംജിത ഏറ്റുവാങ്ങുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ജാമ്യം കിട്ടുമെന്നും അത് കഴിഞ്ഞ് പൊടിതട്ടി വീട്ടിൽ പോകാമെന്നും അത് കഴിഞ്ഞ് പിന്നെ കേസ് വാദവും കാര്യങ്ങളും ഒക്കെയായി നടക്കുമ്പോൾ രക്ഷപ്പെടാമെന്നും ഒക്കെ ഷിംജിതയും ഒപ്പമുള്ളവരും കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കോടതി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പോലീസ് ഈ കേസിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണോ എന്ന്. അതായത് ഷിംജിത ഈ ദീപക്കിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം അന്നേ ദിവസം ദീപക്ക് അക്കൗണ്ടിൽ നിന്ന് 45,000-ഓളം രൂപ പിൻവലിച്ചു എന്ന ചില വിവരങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണിച്ച് തന്നെ പൊതുസമൂഹത്തിൽ ഇല്ലാതാക്കും, അല്ലെങ്കിൽ തനിക്കെതിരെ കൂടുതൽ വീഡിയോകൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഷിംജിത ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലുകൾ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പും ഇതുപോലെ എത്ര യുവാക്കളെ ഇവർ കുടുക്കിയിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? സ്ഥിരമായി ഇത്തരത്തിൽ ബസ്സിൽ കയറി പുരുഷന്മാരെ അങ്ങോട്ട് കയറി മുട്ടി അത് വീഡിയോ എടുത്ത് അവരെ പേടിപ്പിച്ച് പൈസ വാങ്ങുന്ന ഒരു ബ്ലാക്ക് മെയിലുകാരിയാണോ ഷിംജിത എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്നുണ്ട്.
അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടാകണം, പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത്തരം സകല ആരോപണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പോലീസ് പ്രധാനമായും 2 കാര്യങ്ങൾ കൊണ്ടാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാത്തത്. കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷിംജിതയെ തെളിവെടുപ്പിന് കൊണ്ടുപോയാൽ ജനരോഷം അതിരൂക്ഷമായതുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ആ കാരണമാണ് പ്രധാനമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാത്തതിന് കാരണമായി പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മൊബൈലിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ മൊബൈലുകളിൽ നിന്ന് അത്രയധികം വിവരങ്ങൾ കിട്ടാനുള്ളത് കൊണ്ട് തന്നെ അതിന് അല്പം കാലതാമസമെടുക്കും. ആ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം കസ്റ്റഡിയും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ മതി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് മഞ്ചേരി ജയിലിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ സോഷ്യൽ മീഡിയ മാനിയാക്ക് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ചെയ്തു കൂട്ടിയതിലെ കുറ്റബോധമായിരിക്കില്ല, മറിച്ച് 24 മണിക്കൂറും റീൽസിൽ അഭിരമിച്ച് ഓരോ ലൈക്കും കിട്ടുമ്പോൾ അതിൽ സന്തോഷിച്ച് ലൈക്കിന് വേണ്ടി അല്ലെങ്കിൽ ലൈക്ക് കിട്ടുന്നതും ഷെയർ കിട്ടുന്നതും കാണാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച രീതിയിലായിരുന്നു ഷിംജിത ജീവിച്ചിരുന്നത്. അതായത് ഓരോ ആളുകൾക്കും ഓരോ മൈൻഡ് സെറ്റാണ്. ചില ആളുകൾക്ക് ഒരുപാട് പണം കിട്ടുമ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാവുക. കുറേ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ താനിടുന്ന റീൽസിനും പോസ്റ്റിനും ഒക്കെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടുമ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ ഈ ഷിംജിതയെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ അവർ ഇത്രയും ക്രൂരമായി ദ്രോഹിക്കില്ലായിരുന്നു, മരണത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഷിംജിതയ്ക്ക് ഇപ്പോൾ ഫോൺ പോലും കയ്യിലില്ല. സാധാരണ ഒരു കീപാഡ് ഫോൺ പോലുമില്ല. അതൊക്കെ തന്നെയാണ് മാനസികമായി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇനി റീൽസിൽ അഭിരമിക്കാൻ കഴിയില്ല. ഇനി പുറത്തിറങ്ങിയാലും, ഇനി ഇറങ്ങുകയാണെങ്കിൽ പുതിയ റീൽസ് ഇട്ടാൽ ജനങ്ങൾ തെറി വിളിക്കും, ചീത്ത വിളിക്കും, ഒറ്റപ്പെടുത്തും. അല്ലെങ്കിലും ഇനി ഷിംജിതയ്ക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തന്നെയാണ് മനഃശാസ്ത്ര വിദഗ്ധരടക്കം പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് ആ സ്ത്രീക്കുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സഹയാത്രക്കാരിയുണ്ട്. ആ യുവതിയെ ദീപക് ആദ്യം ലൈംഗികമായി അതിക്രമിച്ചുവെന്നും അത് കണ്ടതിന് ശേഷമാണ് തനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയതെന്നും അതിനിടയിലാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നും ലൈംഗികാതിക്രമം നടന്നത് എന്നും ഒക്കെയാണ് ഷിംജിത തള്ളി മറിച്ചിരുന്നത്. പോലീസിനോടും അത്തരത്തിലൊക്കെയാണ് മൊഴി കൊടുത്തിരുന്നത്. പക്ഷേ അതൊന്നും സത്യമല്ല എന്ന് തെളിയുന്ന വിധത്തിലേക്ക് വീണ്ടും വീണ്ടും വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, റീച്ച് കൂട്ടാൻ വേണ്ടി പച്ച നുണകളാണ് ഷിംജിത അടിച്ചു വിട്ടുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം വീഡിയോകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കരുവാക്കുന്നു, ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അകത്തായപ്പോൾ നിലവിളിയും ഒച്ചപ്പാടും നെഞ്ചത്തടിയും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഷിംജിതയുടെ ശിഷ്ടകാലം ജയിലിൽ തന്നെ ആയിരിക്കും എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ സഹയാത്രക്കാരി പറയുന്നത് തനിക്ക് നേരെ ലൈംഗിക അതിക്രമമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഷിംജിതയ്ക്ക് എന്തിനു വേണ്ടി വീഡിയോ എടുത്തു എന്ന് പറയുന്നതിന് ന്യായങ്ങളൊന്നും ഉണ്ടാകില്ല. കുറ്റം തെളിയിക്കാൻ എളുപ്പമായിരിക്കും. മുമ്പ് മറ്റൊരു കേസിലും ഇല്ലാത്ത വിധത്തിലുള്ള വേഗതയിലാണ് പോലീസ് ഈ കേസിൽ തെളിവുകളും തെളിവ് ശേഖരണവും അന്വേഷണവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രയും കടുത്ത ശിക്ഷ കൊടുക്കാൻ കഴിയുമോ അത്രയും കടുത്ത ശിക്ഷ തന്നെ ഷിംജിതയ്ക്ക് കിട്ടണമെന്ന വാശിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീപകിൻ്റെ അമ്മയുടെ കണ്ണീരിന് വിലയുണ്ടാകുന്നു. ആ കരച്ചിൽ വെറുതെയാകില്ല എന്ന് തന്നെയാണ് കേരളം ഒറ്റക്കെട്ടായി പറയുന്നത്.